ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വായൂ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നല്ല പരിപ്പ് കറി ഉണ്ടാക്കിയാലോ? ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്ന് പച്ചമുളക്, പിന്നെ ഒരു ഉള്ളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ഉള്ളി മതി കേട്ടോ. അധികം ഉള്ളി ആയാൽ ഒരു ചെറിയൊരു മധുരം വരും. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ടു. ഇനി അതിലേക്ക് ആവശ്യമായ കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുക്കറിൽ 1-2 വിസിൽ മതി കേട്ടോ. പരിപ്പ് അധികം ഉടയാത്ത രീതിയിൽ വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 2 വിസിലൊക്കെ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ പരിപ്പ് വെന്ത് വരേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. ഇത് ഞാൻ പാത്രം വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ നമ്മൾ ഉള്ളി ഒരു പീസ് അതും ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്നും കൂടി അത് വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ നമുക്ക് അതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്താൽ നമ്മളെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും എന്തായാലും ഒന്ന് വീട്ടിലുണ്ടാക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.